നമസ്കാരം. സിനിമയുടെ സുവിശേഷത്തിലേക്ക് സ്വാഗതം. ബർഗ്മാൻ എന്ന മഹാനായ സ്വീഡിഷ് ചലച്ചിത്രകാരൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1957 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് സെവൻ സീൽ. Slutar du aldrig att fråga? Nej, jag slutar aldrig. Upp till sitter herran, han är ganska fjärran. Ta min fru! Pesten, den svarta döden, hemsökte Europa vid mitten av 1300-talet. Den härjar också i Sverige när riddaren Antonius Block är på hemväg från ett korståg. En gång drog han ut till det heliga landet som trosviss ung krigare. Nu återvänder han, plågad av tvivel och ovisshet. Skulle det inte finnas någon Gud? ബർഗ്മാന്റെ തന്നെ വുഡ് പെയിന്റിങ്സ് എന്ന നാടകത്തിന് നൽകിയ ചലച്ചിത്ര ഭാഷ്യമാണിത്. 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പ്ലേഗിൻ്റെ മഹാസംഹാരത്തിൽ താണ്ഡവത്തിൽ തകർന്ന യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ പറയുന്നത്. സെവൻ സീൽ എന്ന പേര് കടം കൊള്ളുന്നത് ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. വെളിപാട് പുസ്തകത്തിൽ 8-ാം അധ്യായം 1-ാം വാക്യം, അവൻ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു എന്ന് ആണ് അധ്യായം ആരംഭിക്കുന്നത്. സ്വർഗത്തിലെ ഈ നിശബ്ദത മനുഷ്യവ്യഥകളിലേക്കും മനുഷ്യൻ്റെ ജീവിതാർത്ഥം തേടുന്ന സഞ്ചാരങ്ങളിലേക്കും ഈ സംവിധായകൻ തള്ളിവിടുകയായിരുന്നു. ദൈവത്തിൻ്റെ ഈ നിശബ്ദത വിധിന്യായത്തിന് മുൻപുണ്ടാകുന്ന ഗൗരവമായ എന്തോ സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ഒരു മൗനം, നിശബ്ദത. വേദപുസ്തകത്തിലെ പ്രമേയം അല്ലെങ്കിൽ മൗനം പ്രമേയമാകുന്ന ഇടങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായ അവതരണങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ വെളിപാടിലെ 7-ാമത്തെ മുദ്ര തുറക്കുന്നതിന് ശേഷമുള്ള സ്വർഗത്തിൻ്റെ ഈ നിശബ്ദതയാണ്. ഈ മൗനത്തെ ബർഗ്മാൻ പ്രതിഷ്ഠിക്കുന്നത് മധ്യയുഗത്തിൽ പ്ലേഗിൻ്റെ ഭീകര സാന്നിധ്യത്താൽ ലോകം മുഴുവൻ ഒരുതരം അപ്പോക്കലിപ്റ്റിക് അന്തരീക്ഷത്തിൽ നിൽക്കുന്നിടത്താണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ബ്ലാക്ക് ഡെത്തിൽ തകർന്ന യൂറോപ്പിൽ 1347-നും 1353-നും ഇടയിൽ ആഫ്രോ യൂറേഷ്യയിൽ സംഭവിച്ച പ്ലേഗ് മരണമാണ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്. മനുഷ്യചരിത്രത്തിലെ ഈ ഏറ്റവും ഫേറ്റൽ പാൻഡമിക്കിൽ ഏകദേശം 20 മില്യൺ ആളുകൾ മരിച്ചു എന്ന് പറയപ്പെടുന്നു. 1347 ഒക്ടോബറിൽ 12 കപ്പലുകൾ ബ്ലാക്ക് സീ കടന്ന് സിസിലിയൻ പോർട്ട് ഓഫ് മെസീനയിലെത്തുന്ന ഒരു സംഭവം ഉണ്ടായി. ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് അവിടെ ആളുകൾ കണ്ടത്. കാരണം അതിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ എല്ലാം തന്നെ പ്ലേഗ് ബാധിതരായി കൊല്ലപ്പെട്ടിരുന്നു. ഡെത്ത് ഷിപ്സ് എന്നവർ വിളിച്ച കപ്പലുകൾ അവിടെ നിന്ന് മാറ്റാൻ അധികാരികൾ ആവശ്യപ്പെട്ടപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. തുടർന്നുള്ള 5 വർഷം പ്ലേഗിൻ്റെ ഭീകര താണ്ഡവത്തിൽ യൂറോപ്പിനെ മുഴുവൻ മുക്കിക്കളഞ്ഞത് ഒരുപക്ഷെ ഈ സിസിലിയൻ തീരത്തെടുത്ത കപ്പലിൽ അവർ കൊണ്ടുവന്ന പ്ലേഗിൻ്റെ അണുക്കളായിരുന്നു. അന്തോണിയോസ് പ്ലേഗ് താണ്ഡവമാടിയ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഈ യാത്രയിൽ ബ്ലോക്ക് മനുഷ്യരൂപത്തിലെത്തിയ മരണത്തെ കണ്ടുമുട്ടുന്നു. ഈ ബ്ലോക്കിൻ്റെ യാത്രയിൽ തെരുവ് പ്രകടനം നടത്തുന്ന ഒരു അഭ്യാസിയെയും അയാളുടെ ഭാര്യയും മകനെയും ഒക്കെ കാണുകയും അവരുടെ സഞ്ചാരത്തിൻ്റെ തന്നെ ഭാഗമായി കൂടെ ചേർക്കുകയും ഒക്കെ ചെയ്യും. ഈ സഞ്ചാരം തുടർന്ന് ബ്ലോക്കിനു വേണ്ടി പ്ലേഗിനെ പോലും ഭയപ്പെടാതെ അയാളുടെ വീട്ടിൽ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഭാര്യയുടെ അടുത്ത് അവർ എത്തിച്ചേരുന്നു. പക്ഷെ മരണം അവിടെയും അവരെ തേടിയെത്തുന്നു.
ഈ തെരുവ് അഭ്യാസിക്ക് ചില പ്രത്യേകതകളുണ്ട്. അയാൾക്ക് ചില ദർശനങ്ങളുണ്ടാകും. അയാൾ ഉണ്ണിയേശുവിനെ മാതാവ് കൈകളിലേന്തുന്ന ദർശനം അയാൾക്കുണ്ടാകുന്നു. വളരെ സന്തോഷകരമായിട്ടാണ് അയാൾ ഈ എല്ലാ ദുരന്തങ്ങളുടെയും ഇടയിലൂടെ ഒരു അഭ്യാസിയെ പോലെ കടന്നു പോകുന്നു. സന്തോഷങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് സമ്മാനിക്കണമെന്നും അയാൾ കാണുന്ന കാഴ്ചകളിലും ഇത്തരം ആത്മീയമായ അനുഭവങ്ങൾ അയാൾക്ക് സമ്മാനിക്കുന്നതുമൊക്കെ ഇത്തരം സന്തോഷം നിറഞ്ഞ കാഴ്ചകളാണ്. ഇതേ അഭ്യാസി തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ മരണത്തോടൊപ്പം നൃത്തം ചെയ്ത് കടന്നു പോകുന്ന ബ്ലോക്കിനെയും കൂട്ടരെയും കാണൊപ്പമുള്ള ചതുരംഗം. മരണത്തിനൊപ്പം അന്റോണിയോസ് ബ്ലോക്ക് ചെസ് കളിക്കാൻ തീരുമാനിച്ചത് സ്വന്തം മരണം കഴിയുന്നത്ര നീട്ടിവെക്കാനാണ്. ജീവിതാന്ത്യത്തെക്കുറിച്ചുള്ള ബോധത്തിന്റെ ആലങ്കാരിക രൂപമാണ് മരണത്തോടൊത്തുള്ള ചതുരംഗം. മരണത്തിന്റെ കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ അന്റോണിയോസ് ബ്ലോക്ക് ജീവിതത്തിന്റെ അർത്ഥം തിരയുകയായിരുന്നു. The game with death is a metaphor of the awareness of end of life. എടുത്തു പറയേണ്ടതാണ് ഈ പ്രമേയവുമായി ചേർന്ന് പോകുന്ന ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി. കറുപ്പും വെളുപ്പും നിറഞ്ഞ കളങ്ങളിൽ കറുപ്പും വെളുപ്പുമുള്ള കരുക്കളുമായി മരണവും മനുഷ്യനും ചതുരംഗം കളിക്കുന്നത് പോലെ ജീവിതത്തെ മറ്റെങ്ങനെ കലാപരമായി പകർത്താൻ കഴിയും? ഈ ചലച്ചിത്ര നിർമ്മിതിയെ സ്വാധീനിച്ച കലാനിർമ്മിതികൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഈ ചതുരംഗ സീക്വൻസിനെ പിക്കാസോയുടെ പിക്ചർ ഓഫ് ടു അക്രോബാറ്റ്സ്, അതുപോലെ തന്നെ സ്ട്രിൻഡ്ബർഗിൻ്റെ നാടകങ്ങൾ, ടേബി പള്ളിയിലെ ആൽബർട്ടൂസ് പിക്ടറിൻ്റെ പെയിൻറ്റിങ്. ആൽബർട്ടൂസ് പിക്ടറിൻ്റെ പെയിൻറ്റിങ്ങിലെ പ്രധാനമായ പ്രമേയം മരണം ചതുരംഗം കളിക്കുന്നതാണ്. താൻ ചെസ് കളിക്കുമെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ബ്ലോക്കിനോട് മരണം ചോദിക്കുമ്പോൾ പള്ളിയിലെ പെയിൻറ്റിങ്ങുകളിൽ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു മറുപടി. മരണവുമായുള്ള ചതുരംഗമാണ് ജീവിതം. എത്ര നേരം എത്ര നന്നായി കളിക്കുന്നു എന്നത് മാത്രം ശ്രദ്ധേയം. അന്റോണിയോസ് ബ്ലോക്കിനൊപ്പം സഞ്ചരിക്കുകയാണ് ജോൺസ് എന്ന സഹായി. ആധുനിക അവിശ്വാസിയുടെ ആകുലതകൾ പേറുകയാണ് അയാൾ. എന്നാൽ അന്റോണിയോസ് ബ്ലോക്ക് ആധുനിക വിശ്വാസിയുടെ പ്രതീകമാണ്. അവസാനിക്കാത്ത വിജ്ഞാന വഴികളിലെ ഇരുൾമൂടിയ ഇടങ്ങളിൽ സംശയാലുവാകുന്ന മനുഷ്യന്റെ പ്രതിനിധിയാണ് ബ്ലോക്ക്. തടവിലായ ആത്മാവിൻ്റെ സ്വതന്ത്രമാകാനുള്ള അഭിവാഞ്ചികളുടെ പ്രതീകമാണ് അയാൾ. ഈ ചതുരംഗ കളങ്ങൾ വളരെ രസകരമാണ്. ഇത്തരം ജീവിതത്തെ ഈ കളങ്ങളിലേക്ക് പരിമിതപ്പെടുത്തി എന്ന് പറയുകയല്ല, ജീവിതത്തെ നിർണയിക്കാൻ, ജീവിതത്തെ അടയാളപ്പെടുത്താൻ, ജീവിതത്തെ വിശദീകരിക്കാൻ ഈ ചതുരംഗ കളങ്ങൾക്ക് ഈ ചലച്ചിത്രത്തിലൂടെ കഴിയുന്നു എന്നതാണ് അതിൻ്റെ മഹത്വം. ഈ സെവൻ സിയിലും ബ്രസോൺ സിനിമയിലെ ജയിൽ നറേഷൻസും ചേർത്ത് വായിക്കാവുന്നതാണ്. അത്തരം പഠനങ്ങളൊക്കെ ധാരാളം നമുക്ക് വായിക്കാവുന്നതാണ്. അത്തരം പുസ്തകങ്ങളും ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ബ്രസോണിൻ്റെ പിക് പോക്കറ്റിലെ അവസാന രംഗം. പോക്കറ്റടിക്കാരനായ മുഖ്യ കഥാപാത്രം ജീവിതത്തിൻ്റെ ഒരുപാട് അവസ്ഥകളിലൂടെ സഞ്ചരിച്ച് ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ ജയിൽ അഴികൾക്കിടയിലൂടെ അയാളുടെ പ്രണയിനിയുടെ കൈയെത്തിപ്പിടിച്ച് പറയുന്നുണ്ട്, "ജാൻ, ടു റീച്ച് യു അറ്റ് ലാസ്റ്റ്, വാട്ട് എ പാത്ത് ഐ ഹാഡ് ടു ടേക്ക്." ജീവിതവും തടവറയും പരസ്പരം അർത്ഥം പങ്കുവെക്കുന്നത് മനോഹരമായി ഒരുപക്ഷെ മറ്റെവിടെയും കാണാൻ കഴിയും. എന്താണ് ഈ മരണനൃത്തം, ഡാൻസ് ഓഫ് ഡെത്ത്? മധ്യയുഗത്തിലെ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ ഓർമ്മിപ്പിക്കാൻ മരണം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ജനതകളുടെ ഇടയിൽ തൊട്ടുമുന്നിൽ പരിചയമുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, പരിചിതരായവരൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഭൂപ്രദേശത്തെ മുഴുവൻ മരണം തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുനിശ്ചിതമായ മരണത്തെ അവതരിപ്പിക്കാനുള്ള കലാരൂപം. പ്രത്യേകിച്ച് 14-ാം നൂറ്റാണ്ടിലെ ബ്ലാക്ക് ഡെത്ത്. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ 1337-നും 1453-നും ഇടയിലുണ്ടായ 100 വർഷ യുദ്ധം. ഇവ മരണനൃത്തത്തിന് സ്വീകാര്യത നൽകി. ഇതിൽ മരണത്തിൻ്റെ ആൾരൂപത്തിനൊപ്പം വിവിധ നിലകളിലുണ്ടായിരുന്ന മനുഷ്യർ, വിവിധ നിലകളിൽ ജീവിക്കുന്ന ആളുകൾ, അതിൽ മാർപ്പാപ്പയും ചക്രവർത്തിയും രാജാവും കുട്ടിയും തൊഴിലാളിയും എല്ലാവരും ഉൾപ്പെടുന്നു. ഇവർ ഒരുമിച്ച് നൃത്തം ചെയ്ത് കടന്നു പോവുകയാണ്. ഭൂമിയിലെ ഏത് മഹത്വവും എത്ര നിസാരമെന്ന് ഈ ടോട്ടൻ ഡാൻസ് എന്ന ജർമ്മൻ ഭാഷയിലും ഒക്കെ പറയപ്പെടുന്ന ഡാൻസ് ഓഫ് ഡെത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് സെവൻ സീലിൻ്റെ അവസാന രംഗത്തിലും കാണാം. ഹാൻസ് ഹോൾബൈൻ യങ്ങർ എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു ചിത്രകാരനുണ്ട്. 1526-ലെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ ഡാൻസ് ഓഫ് ഡെത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള
ദസ്തോവ്സ്കിയുടെ ഇഡിയറ്റിൻ്റെ കവർ പേജിലുമൊക്കെ ഈ മരണത്തിൻ്റെ രൂപം, ഒരുപക്ഷെ അത് ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രതിനിധീകരിക്കാനായിട്ട് ഉള്ളൊരു ചിത്രമാണ്. ആ നോവൽ ഇഡിയറ്റിലേക്ക് എത്തുമ്പോൾ അത് മിഷ്കിൻ കാണുന്ന ഒരു പെയിൻറ്റിംഗ് ആയിട്ട് നോവലിലും അത് അവതരിപ്പിക്കുന്നുണ്ട്. സെവൻ സീലിൻ്റെ ആദ്യ രൂപം ബർഗ്മാൻ്റെ തന്നെ നാടകത്തിൽ ഡാൻസ് ഓഫ് ഡെത്ത് നമ്മൾ കാണുന്നുണ്ട്. നാടകത്തിൽ നിന്നാണല്ലോ ചലച്ചിത്രം ഉണ്ടാകുന്നത്. പക്ഷേ ഡാൻസ് ഓഫ് ഡെത്ത് നാടകത്തിൽ അവതരിപ്പിക്കുന്നത് നടനിലൂടെയല്ല, നിശബ്ദതയിലൂടെയാണ്. ബർഗ്മാന് ഇത്തരം മരണത്തെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഇത്തരം അനുഭവങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ബർഗ്മാൻ്റെ പിതാവ് ആശുപത്രിയിലെ ചാപ്ലൈനായിരുന്ന ഒരു ലൂഥറൻ വൈദികനായിരുന്നു. അവിടുത്തെ താമസക്കാലത്ത് ശവശരീരങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റാൻ തോട്ടക്കാരനെ ബർഗ്മാൻ സഹായിച്ചിരുന്നു. മരണം വേറെയും വിധത്തിൽ ബർഗ്മാനിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ബ്ലാക്ക് ബ്യൂട്ടി എന്ന സിനിമയിലെ ഒരു ഫയർ സീൻ ബർഗ്മാനെ ഞെട്ടിച്ചു. 3 ദിവസം പനിച്ചു കിടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡാൻസ് ഓഫ് ഡെത്തിലൂടെ ഇതെല്ലാം സെവൻ സീൽ എന്ന സിനിമയിൽ ബർഗ്മാൻ അവതരിപ്പിക്കുന്നു. നോ മാറ്റർ വൺ സ്റ്റേഷൻ ഓഫ് ലൈഫ്, ദ ഡാൻസ് ഓഫ് ഡെത്ത് യുണൈറ്റ്സ് ഓൾ എന്നൊരു സങ്കല്പം ഈ ചലച്ചിത്രത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കാഴ്ചക്കാരിലേക്ക് പകരാൻ ബർഗ്മാൻ്റെ ഈ ഇതിഹാസ സമാനമായ ചലച്ചിത്രത്തിന് കഴിയുന്നുണ്ട്. ബർഗ്മാൻ ഒരു അതുല്യ പ്രതിഭ തന്നെയാണ്. സ്വീഡൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ഭൂപ്രദേശത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെ, ജീവിതത്തെയും മരണത്തെയും അതിനപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ ചിന്തകളെയും ആത്മീയതയും സഞ്ചാരത്തെയും ഒക്കെ എത്ര മനോഹരമായി അവതരിപ്പിച്ച ക്ലാസിക്കുകളുടെ സൃഷ്ടാവ്. ബർഗ്മാൻ്റെ ചലച്ചിത്രങ്ങളെല്ലാം ക്ലാസിക്കുകളെന്ന് വിശേഷിപ്പിക്കാം. വൈൽഡ് സ്ട്രോബെറീസ്, ത്രൂ എ ഗ്ലാസ് ഡാർക്ക്ലി, ദ സൈലൻസ്, പെർസോണ, ഫാനി ആൻഡ് അലക്സാണ്ടർ, ഇങ്ങനെ ധാരാളം സിനിമകൾ. ബർഗ്മാൻ്റെ ആത്മകഥ വായിക്കേണ്ടത് തന്നെയാണ്. ഒരു ചലച്ചിത്രകാരൻ്റെ, ഒരു കലാകാരൻ കലയെയും മനുഷ്യനെയും ജീവിതത്തെയും ഒക്കെ ഇത്ര മനോഹരമായി വരികളിലേക്ക് ആവാഹിക്കാൻ ദ മാജിക് ലാൻറ്റേൺ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മികച്ച രചന. 1988 പുറത്തിറങ്ങിയത്. ബർഗ്മാൻ ജനിക്കുന്നത് 1918. 2007 ജൂലൈ 30 അനുഗ്രഹീതനായ വിഖ്യാതനായ കലാകാരൻ അന്തരിച്ചു. 20ാം നൂറ്റാണ്ടിലെ മികച്ച കലാകാരന്മാരിൽ ഒരാൾ എന്ന് അദ്ദേഹത്തെ ഫിലിപ്പ് ഫ്രഞ്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനും മരണവും ചതുരംഗം കളിക്കുന്ന ഈ സെവൻ സീലിൻ്റെ സൃഷ്ടാവിന് മുന്നിൽ പ്രണാമം അർപ്പിക്കാം. അതോടൊപ്പം ഇപ്പോഴത്തെ നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടുമൊക്കെ മരണത്തെയും അതിൻ്റെ ഭീകരതാണ്ഡവത്തെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നതാണ്. മരണത്തിനപ്പുറത്തേക്ക്, മരണത്തെ നേരിടുന്നതിന് ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയല്ല, അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ കലാപരവും ആത്മീയവുമായ സഞ്ചാരത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അതുല്യമായ ഈ ചലച്ചിത്രം കാണാം, ആസ്വദിക്കാം. നന്ദി.